വലിയങ്ങാടി ദുരന്തത്തിൽ നടുങ്ങി നിൽക്കുകയാണ് നാട്. 4 പേരുടെ ജീവനാണ് അപകടത്തിൽ നഷ്ടമായത്. റംസാൻ വ്രതമായതിനാൽ നേരത്തെ എത്തി ജോലി പൂർത്തിയാക്കി മടങ്ങാമെന്നായിരുന്നു ജബ്ബാറും അഷ്റഫും ബഷീറും കരുതിയത്. ചുമടിറക്കി അല്പം ഒന്ന് വിശ്രമിക്കാനിരുന്ന 3 പേരെയും കാത്തിരുന്നത് മരണമായിരുന്നു. ജീവിതത്തിൽ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വൈകുന്നേരത്തോടെ തിരുവങ്ങൂർ സ്വദേശി വിനോദും മരണത്തിന് കീഴടങ്ങി. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടത്തിന് താഴെയാണ് ഇവർ തണൽ തേടിയത്. ശരീരത്തിൽ പതിച്ചത് കൂറ്റൻ സ്ലാബ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം പൊളിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ പലപ്പോഴും അറിയിച്ചെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പൊളിഞ്ഞു വീണ ഈ കെട്ടിടത്തിന് 56 വർഷത്തോളം പഴക്കമുണ്ട്. കെട്ടിടം പൊളിക്കാനുള്ള നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കെട്ടിട ഉടമകളും വാദിക്കുന്നത്. കെട്ടിടം അൺഫിറ്റ് എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് മേയറുടെ വാദം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ച് മാറ്റേണ്ടതാണല്ലോ, നിർബന്ധമായിട്ടും. അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം, അതുകൊണ്ടാണ് ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. അല്ല, നേരത്തെ പരിശോധന നടന്നിട്ടുണ്ട്. പരിശോധന നടന്നപ്പോൾ സ്വാഭാവികമായും ഏതൊരു കെട്ടിടത്തിനുള്ള മാതിരി കാലപ്പഴക്കം വരുമ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ, ഇത് മാത്രമല്ല വേറെയും കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയാനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയാണോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരം വീഴ്ചകൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം പറയാം കേട്ടോ. പക്ഷേ പ്രതിപക്ഷം വിടുന്നില്ല. ഏതായാലും കോർപ്പറേഷനിൽ നിന്ന് നമ്മൾ കണ്ടത് ശക്തമായ പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായി, BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം ഇങ്ങനെയാണ്. ഇത് 2024 കോർപ്പറേഷനിലെ അൺഫിറ്റ് ബിൽഡിംഗായ 4 ബിൽഡിങ്ങുകൾ, വേണാട് ഉൾപ്പെടെ ത്രിവേണി ബിൽഡിംഗ്, പാസ്പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഉൾപ്പെടെ പൊളിച്ച് പുതിയതെടുക്കാൻ വേണ്ടി TPR പോലും തയ്യാറാക്കിയതാണ്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും ഏറ്റവും അനാവസ്ഥയാണ് ഇന്ന് ഉണ്ടായ അപകടം. എന്ന് 2024 TPR ഉണ്ടാക്കി അതിൻ്റെ പൊളിച്ച് പണി ആരംഭിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവില്ല. നമ്മൾ ഈ പാളയം മാർക്കറ്റും സെൻട്രൽ മാർക്കറ്റൊക്കെ പൊളിക്കാൻ കാണിക്കുന്ന വ്യഗ്രത ഉണ്ടല്ലോ അധികാരികളുടെ, അതൊക്കെ അൺഫിറ്റ് ആകാത്തൊരു ബിൽഡിംഗാണ്. ഈ സ്വാഭാവികമാണ്. ഇത് ഈ ഒരു അൺഫിറ്റ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ലല്ലോ. ഈ അൺഫിറ്റ് ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ല, ഭരണപക്ഷത്തിനാണ്. അവർ ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ചാണ്. അത് കോർപ്പറേഷൻ പുതുക്കി പണിയാനോ പൊളിച്ചു മാറ്റാനോ തീരുമാനിച്ചിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഈ അപകടം ഉണ്ടാക്കിയ കെട്ടിടം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ്. കെട്ടിടം നിർമ്മിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. 1970-ലാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴക്കം 56 വർഷമുണ്ട്. 1980 മുതലാണ് ഇത് പാസ്പോർട്ട് ഓഫീസായി പ്രധാനമായും പ്രവർത്തിച്ചു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 56 വർഷം പഴക്കമുള്ള 50 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ 56 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇതുവരെ പൊളിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല, അവിടെ നിന്ന് ഒഴിയാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ല, നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നൊക്കെയുള്ളൊരു വാദം പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ അപകടം ഉണ്ടായത്. നേരത്തെ നാട്ടുകാരടക്കം പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം മാത്രമാണ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നത്. ഇതിന്റെ കാലപ്പഴക്കം നമ്മൾ സൂചിപ്പിച്ചതാണ്. ഏത് നിമിഷവും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇതൊന്നും അധികൃതർ കണക്കിലെടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് പോലെ 1970 നിർമ്മിച്ച കെട്ടിടം എന്ന് പറയുമ്പോൾ 56 വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കാം എന്നുള്ള ഒരു തീരുമാനം ഒരു കാലത്ത് എടുത്തതാണ്. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതാണ് ഇന്ന് 4 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1980 മുതലാണ് ഇതൊരു പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ച് വരുന്നത്. പിന്നെ അന്നുണ്ടായിരുന്ന കോർപ്പറേഷൻ ഒരു തീരുമാനം, കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിക്കാൻ കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒന്നുകിൽ അത് പൊളിക്കുക, അല്ലെങ്കിൽ അത് പുതുക്കി പണിയുക. ഇതായിരുന്നു കോർപ്പറേഷന്റെ തീരുമാനമെടുത്തത് 2022 ഒക്ടോബർ 18-നായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തത്. 2024 പുതിയ കെട്ടിടത്തിന് DPR തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ ആ തയ്യാറാക്കിയെടുത്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്ന് ഈ ദിവസം വലിയൊരു ദുരന്തം ഉണ്ടാകാൻ കാരണമായത്. കെട്ടിടം ഒഴിയാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും അവിടെയുള്ളവർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പരാതി, മാസങ്ങൾക്ക് മുൻപാണ് ഈ കെട്ടിടത്തിന് പുതിയ ലൈസൻസ് നൽകിയത് എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്രയും പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഫിറ്റ്നസ് സെന്ററും പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ഇനി ഈ ദിവസം എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? പ്രധാനമായും കോർപ്പറേഷന്റെ അനാസ്ഥയാണ്, മേയർ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ വ്യാപകമായി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനടക്കം ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിൽ BJPയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കെട്ടിടം പൊളിക്കാനുള്ള അല്ലെങ്കിൽ അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് മേയറുടെ വാദം. പക്ഷേ അതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. മേയർ രാജിവെക്കണമെന്ന ആവശ്യമടക്കം ഉന്നയിക്കുന്നുണ്ട്. സമീർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സമീർ പറയും, ഇന്ന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ 4 പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് ഈ അപകടം എത്തിയത്? കോർപ്പറേഷന്റെ വാദം എന്താണ്? പ്രതിപക്ഷം എന്താണ് പറയുന്നത്? ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? സമഗ്രമായുള്ള വിവരങ്ങൾ നൽകാൻ സമീർ ചേരുന്നുണ്ട്. സമീറിലേക്ക്. ജീന, അതിദാരുണമായ സംഭവമാണ് കോഴിക്കോട് ഉണ്ടായത്. വലിയങ്ങാടിയിലെ ഒരു കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണുകൊണ്ടാണ് 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. വലിയങ്ങാടിയിലെ ഈ കെട്ടിടമാണ് ഈ അപകടം ഉണ്ടായ ഇടം. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. അതിന്റെ ആ പൊടിഞ്ഞു വീണ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അതിനകത്ത് ആണ് 4 പേര് അപകടത്തിൽപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരാൾ കൂടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ 5 പേർക്ക് പരിക്കേറ്റു. അതിലാണ് 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ആ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നു. അതുപോലെ തന്നെ അവിടെയൊക്കെ അപകടത്തിൽപ്പെട്ടവരുടെയൊക്കെ ചെരുപ്പുകളും ആ ഭാഗത്ത് ഉണ്ട്. അതുപോലെ രക്തമൊക്കെ അവിടെ കാണാനാകുന്നുണ്ട്. കിനാശ്ശേരി സ്വദേശികളുള്ള അഷ്റഫ്, ജബ്ബാർ, അതുപോലെ തന്നെ അത്തോളി സ്വദേശിയുള്ള ബഷീർ എന്നിവരാണ് ആദ്യം മരിച്ചത്. അപകടമുണ്ടായി തൽക്ഷണം തന്നെ അവർക്ക് മരണം സംഭവിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആ ആൾക്ക് പിന്നീട് സന്ധ്യയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. തിരുവങ്ങൂർ സ്വദേശിയായിട്ടുള്ള വിനോദ് എന്ന 55-കാരനാണ് മരിച്ചത്. അവർക്കൊപ്പം അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ജലീൽ എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മകൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഉപ്പാന്റെ ആരോഗ്യനില എങ്ങനെയാണ്? കാലിന് ചെറിയ പരിക്കുണ്ട്, പിന്നെ മറ്റേ കാലിനാണെങ്കിൽ ഫുള്ള് നീരും കാര്യമായിട്ടുണ്ട്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞതല്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിനി. പെട്ടെന്ന് ജസ്റ്റ് വണ്ടി വരാത്തതിനോണ്ട് ഞാൻ ലേശം മുന്നോട്ട് നടന്ന ഏകദേശം ആ ദൂരം എത്തിയപ്പോഴാണ് ഇത് വീണത്. പിന്നെ തിരിഞ്ഞ് നേരെ ഓടി വരാ ചെയ്ത്. ഓടി വന്നുകൊണ്ട് ഫസ്റ്റ് തന്നെ സ്ലാബ്, ഇപ്പൻ്റെ കാലം സ്ലാബ് ഉണ്ടായി, അത് മാറ്റിയിട്ടിട്ട് ഇപ്പനെ വലിച്ച് പുറത്തേക്ക് ഇട്ട്. പിന്നെ മറ്റുള്ള സ്ലാബ് ഒന്നും ഒറ്റയ്ക്ക് പൊന്തണില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു 2-3 ആൾക്കാർ ഓടി വന്നുകൊണ്ട് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരാൾ ഇവിടുന്ന് അവിടെ എത്തിയപാട് തന്നെ തീരുമാനമാക്കിന്. മറ്റുള്ള ഒരാൾ മരിക്കാൻ വലിയ ചാൻസ് ചില ആ ഒരു അവസ്ഥ അങ്ങനെയാണ്. എങ്ങനെ ഇപ്പൊ പറയണ്ടെന്നുള്ളത് കിട്ടണില്ല. ഉപ്പാന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ബഷീർക്കയുടെ വണ്ടിയാണല്ലേ ഈ കിടക്കുന്നത്? ഈ വണ്ടി സ്ഥിരപ്പെടല്ല നിർത്തല്, സാധാരണ അവിടെ അവര് ലോഡ് കയറ്റാൻ വന്നു. ബഷീർക്കയും അതുപോലെ ആരൊക്കെയാണ് അതിനകത്ത് എപ്പോഴും ഉണ്ടാവാറുള്ളത്? അതില് മരിച്ച 3 പേരും അതിലുള്ള സ്ഥിരം പണിക്കാരാണ്. അതിൽ ഇവര് സാധാരണ അവിടെ വണ്ടി വെക്കല്. അപ്പൊ അവിടെ വർക്ക് എടുക്കുന്നതിനെ കൊണ്ട് ഒരു ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ പണിക്കാരൊക്കെ വണ്ടി വെക്കണതും കേറ്റ്പാസ് ഒപ്പിക്കലും എല്ലാത്തിനും ഒരു ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതിപ്പോ സാധാരണ ആ ഒരു സമയം കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഒഴിവായത്. അല്ലെങ്കിൽ രാവിലെ ഒരു 9-10 മണിക്കൊക്കെയാണ് ഫുൾ ആൾക്കാരുണ്ടാവും. കാരണം ഒരുവിധം എല്ലാവരും ഇവിടെ നിന്നാണ് ഈ കേറ്റ് പാസ് ഒപ്പിക്കുക, പൈസന്റെ കാര്യങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ നോക്കല് ഇവിടെ വന്നിരുന്നിട്ട്. കാരണം ഇവിടുന്നൊക്കെയാണ് ചാക്കെടുത്ത് പോവുക ഫസ്റ്റ്. ഇപ്പോഴും അവന്റെ വണ്ടികൾ അതുപോലെ ചെരുപ്പുകളൊക്കെ അവിടെ കിടക്കുന്നതാണ്. ഫോണുണ്ട്, ഞാനിപ്പോ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കാൻ വേണ്ടി വന്നാണ്. ഉപ്പാന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കാൻ കിട്ടുന്നില്ല, നോക്കാൻ വേണ്ടി വന്നാണ് ഇപ്പോ. പക്ഷെ അവിടെ ഇപ്പോ കയറുന്നത് അത്ര സുരക്ഷിതല്ല. അതെന്താന്ന് അറിയാൻ വേണ്ടിട്ട് JCB വന്നിരുന്ന ഹോസ്പിറ്റലിലേക്ക് അറിയിച്ചിനി. അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിപ്പോണ്ട്, കാരണം അതിൽ ഒരുപാട് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, പണിയുടെ ആവശ്യങ്ങളുള്ള. അപ്പൊ അതെന്തുണ്ടോന്ന് കിട്ടിയാൽ അതായിട്ട് പോവാ, അല്ലെങ്കിൽ രാവിലെ വരെ അയച്ചേക്കുക. അതിലിപ്പോ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. അവിടെ ഇനിയും പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതിന് അനുമതി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇതകത്ത് ഓപ്പൺ ആക്കിയത്. പിന്നെ എന്ത് ഓപ്പറേഷൻ അവിടെ ഓപ്പൺ ആയിട്ട് ഇതിന്റെ മുകളിൽ IT ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ഓഫീസ് ആയിരുന്നു, മിലിറ്ററിക്കാർ പല പിന്നെ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല ഇവിടെ ദിനംപ്രതി പിന്നെ ഇതേമാതിരി ലോഡിങ് വണ്ടി ഒന്നിരുന്നേ. ഈ അവസ്ഥ നമ്മൾ പണിയെടുത്തുകൊണ്ട് അറിഞ്ഞപ്പോൾ പണി വരെ നിർത്തിയാക്കാൻ പറ്റും. നോമ്പുള്ള നമ്മളെ പോലത്തെ എത്രയോ ആളുകൾ പെട്ടെന്ന് ദയനീയാവസ്ഥ ഇത് അറിഞ്ഞിട്ട് എന്താ പറയാനൊന്നും പറ്റാത്ത പോലത്തിലേ ശരി. പണി ഫുള്ളും കടകളും ബന്ധാണ്. ഈ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിനകത്ത് ഇപ്പോഴും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫുള്ളും സ്ഥാപനങ്ങൾ ഇവിടെ റൈസിന്റെ ഫുള്ള് ഇതിന്റെ അടിയിൽ. ഇത് പിന്നെ ശ്രീ ഗണേശ് എന്ന് പറഞ്ഞാല് പിന്നെ ഗുജറാത്തിക്കാരെ ഒരു പിന്നെ സ്ഥാപനമാണ്. അതിപ്പോഴും നിലനിന്നുകൊണ്ട് പല ഭാഗത്തുനിന്നും ചരക്കുകൾ വരുന്ന സ്ഥലങ്ങളാണ്. ഇതിന്റെ മുകളിൽ അതേമാതിരി ജിമ്മ് പല ഒഴിവാക്കിനി, കുറെ ഒഴിവാക്കിനി. ഇത് പൊളിക്കാനുള്ള ഇത് എപ്പോഴോ ടൈം കഴിഞ്ഞു വയ്ക്കും. പക്ഷെ എന്താണെങ്കിലും ഇനിയും ഇവിടത്തേക്ക് സംഭവിച്ചുകൂടാന്ന് പറയാൻ പറ്റില്ല. ഈ പിന്നെ മരിച്ച ആളുകളൊക്കെ അന്നന്ന് ജീവിക്കുന്ന ആളുകളാണ്. ഓരൊക്കെ ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഇട്ട് വെച്ചിട്ട് ഓളമുള്ള ആളുകളെ കാത്തിക്കണം. നമുക്ക് ഈ അരി പിന്നെ കയറ്റുന്ന അരിയിൽ എത്ര ആൾക്കാർക്ക് തൊഴില, റാളിക്കാർക്ക് മുതൽ അട്ടിമാർക്കാർ മുതൽ രാത്രി അട്ടിമാർക്കാർ വലിയും കാത്തിക്കാണ്.
ഇപ്പം വരും പത്തയാക്കിന് അർജന്റുള്ള സാർ ഇപ്പം നാളെ ലീവാണെങ്കിൽ നമ്മൾ എടുത്തെടുക്കും എല്ലാവരും പാടി ശേഖരിച്ച്. ഇവിടെ ഉള്ളൂ ഒരു ലെവലിൽ പോണ സ്ഥലം. മറ്റുള്ള സ്ഥലങ്ങളിൽ ടൈമാണ്. നമ്മളെ പുതിയ സ്റ്റാൻഡിലൊക്കെ 3 ടൈമാണ്. 11 മണിക്ക് ഒരു ടൈം, പിന്നെ ഒരു 4 മണിക്ക് ഒരു ടൈം, പിന്നെ രാത്രി വേറെ ടൈം. ഇവിടെ ടൈമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരേമാതിരി എടുക്കണ മണിക്കുള്ള ടൈമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ട് എന്നിരിക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഇത്രയധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമാണ്. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് പ്രതിപക്ഷം കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി എത്തിയത്. മേയറെയും അതുപോലെ ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJPയുടെയും പ്രവർത്തകരും അതുപോലെ കൌൺസിലർമാരും വലിയ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ആ കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരങ്ങളിലുള്ള പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബാംഗങ്ങൾക്ക് ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ MK രാഘവൻ MPയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഓരോ കുടുംബങ്ങൾക്ക് നൽകണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള കോർപ്പറേഷൻ അധികാരികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ള ആവശ്യം കൂടി MK രാഘവൻ MP ഉന്നയിക്കുന്നുണ്ട്. ഈ വിധത്തിൽ പല മേഖലകളിൽ നിന്നുള്ളവരുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഈ കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള നിലപാടുമായി കോർപ്പറേഷൻ എത്തുന്നു. എന്നാൽ മേയർ പറഞ്ഞതിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതിനെയും ഒക്കെ ഗണ്ണിച്ചുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല, അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് കാണിക്കണം, അതുപോലെ തന്നെ അത് പൊളിച്ചു നീക്കാനുള്ള നടപടി എന്തുകൊണ്ട് ഉണ്ടായില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാഗ്വാദങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയതായാലും സമീറ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജീവൻ നഷ്ടമാകാൻ കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണ് എന്ന് പറയാതെ വയ്യ. ഏതായാലും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും BJPയും പ്രതിഷേധം ശക്തമാക്കി. മേയറെയും ഡെപ്യൂട്ടി മേയറെയും തടഞ്ഞു. മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരാൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ബീച്ച് ഹോസ്പിറ്റലിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമീറാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SIR അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തുപോയത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതിന്റെ വ്യക്തമായ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.